ആപ്പിൾ ട്രീമ കുറേ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പിങ്ക് കളറുള്ള പൂവാണെങ്കിലും ആപ്പിൾ ഗ്രീൻ ആപ്പിളാണേ. ഇച്ചിരി കേടൊക്കെ ഉള്ള ആപ്പിളാട്ടോ. ഇങ്ങനെ ഒത്തിരി നമുക്ക് അങ്ങനെ നന്നായിട്ട് കിട്ടാറില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ മറ്റേ കുത്തു വരാറുണ്ട്. പക്ഷെ ഉണ്ടാക്കി കിടക്കണതാണ് നല്ല രസമാണ്. നമ്മുടെ നാട്ടിൽ പേരമരത്തിനൊക്കെ ഉണ്ടാകുന്ന പോലെ. ഞാൻ കോഴിക്കോട്ടിലേക്ക് പോകണ വഴിക്ക് ആപ്പിൾ മരം കണ്ടപ്പോൾ നിന്നതാട്ടോ. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും മുട്ട കിട്ടാറുണ്ടോ, എങ്ങനെയാണ്, ഞാൻ കള്ളം പറയണല്ലേ, മുട്ട വാങ്ങിച്ചൊന്നും വയ്ക്കണല്ലേന്ന്. പക്ഷേ നമ്മൾ സമ്മർ ആയി കഴിഞ്ഞാൽ നമ്മുടെ കോഴികൾ മിക്കവാറും ഇപ്പം നമുക്ക് 4 കോഴി മിക്കവാറും എല്ലാ ദിവസവും 4 മുട്ട വെച്ചിട്ടു കേട്ടോ. അത് സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജാനുവരി ഫെബ്രുവരി തൊട്ട് സമ്മർ തുടങ്ങണ്ട സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് മുട്ട ഇട്ട് തുടങ്ങും. വിൻ്റർ ആകുമ്പോൾ മുട്ടയുടെ എണ്ണ കുറയും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഡ്യൂട്ടി തിരക്കായിരുന്നു. നമുക്ക് കോഴിയുടെ അടുത്തേക്ക് പോകാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആ ചെറിയ റൺ ഏരിയയിൽ മാത്രം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുട്ട എടുക്കാനായിട്ടും പോകാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് 5 ദിവസമായിട്ട് ഞങ്ങൾ കോഴിക്കൂട്ടിലേക്ക് കയറിയിട്ടില്ല. 5 ദിവസത്തെ മുട്ട ഞാൻ കറക്റ്റായിട്ട് പറയാൻ കേട്ടോ, ഞാൻ കള്ളം പറയണല്ല. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് പോയി എണ്ണി നോക്കാം. ബാ, എന്നെ കാണുമ്പോഴേ ഇതേ വരും കേട്ടോ. കാരണം പുറത്തിറങ്ങാനുള്ള സമയം കിട്ടുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു 5 മണി 6 മണി കഴിഞ്ഞ് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുറുക്കൻ്റെയൊക്കെ ശല്യമുണ്ട് നമ്മുടെ ഇവിടെ. അത് എവിടെ ആയാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമെങ്കിൽ ലേറ്റ് ആകുമ്പോൾ പിന്നെ പുറത്തിറക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ്. ഇതൊക്കെ ഉണ്ടോ ഇവിടെ മുട്ട കിടപ്പുണ്ട്. അതെ മുട്ട ഇട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒരു മുട്ട താഴെ കിടപ്പുണ്ട്. സാധാരണ ഇവരങ്ങനെ താഴെ ഇടാറില്ല മുട്ട. എപ്പോഴും ആ മുട്ട ഇടുന്ന അതിൽ തന്നെയായിട്ട് ഇടാറ്. ഇത് എന്താണോ ഇപ്പം ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ചെറിയ ചൂടുണ്ട്. നമ്മൾ തുറക്കാൻ വന്നപ്പോൾ മുട്ട ഇടുമായിരുന്നു എന്ന് തോന്നും. കണ്ടാൽ പറയില്ല, ഇഷ്ടംപോലെ മുട്ട ഉണ്ടാവും. പക്ഷേ ഇത് 5 ദിവസത്തെ മുട്ട ഇല്ല എന്ന് തോന്നും കേട്ടോ. 20 മുട്ട ഉണ്ടാവുന്നുണ്ട്. പക്ഷേ 3 ഒരെണ്ണം ഞാൻ ഓൾറെഡി വെച്ചല്ലോ. 5 കണ്ട നമുക്ക് 2 കളർ മുട്ടയുണ്ട്. നമുക്ക് 2 ടൈപ്പ് കോഴിയുണ്ട്. അപ്പോൾ അതിലേതോ ഒരു കൊക്കുമാരനും ഒരു ടൈപ്പും മറ്റേത് റോഡ് എയർലൈൻ്റെ റെഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പായിട്ട്. അപ്പോൾ അതിന് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എത്രണ്ണായി? ഒരു മുട്ട ഇവിടെ പൊട്ടി കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ എനിക്കിത് കൈമ ഒട്ടുന്നുണ്ട്. 2 4 7 9 11 13 15 17 എണ്ണം ഉണ്ട്. അപ്പോൾ ഏതോ ഒരു കോഴി 2-3 ദിവസം സമരം ആചരിച്ചിട്ടുണ്ട്. എന്തായാലും 20 മുട്ടയുടെ സ്ഥാനത്ത് 20 മുട്ട വന്നിട്ടില്ല. വെള്ളം തീർന്ന് കിടക്കായിരുന്നേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല സമ്മറാകുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം റീഫിൽ ചെയ്യണമെന്ന് കണ്ടോ. നമ്മുടെ വെള്ളം ഡ്രൈ ആയിട്ട് കിടക്കായിരുന്നു. വെള്ളം കുറയുമ്പോഴാട്ടോ മെയിനായിട്ട് മുട്ടയുടെ എണ്ണം കുറയുന്നത്. മുട്ടയുടെ വലുപ്പം കുറയും വെള്ളം നമ്മൾ വെക്കാൻ വിട്ടു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇറക്കി വിട്ടപ്പോൾ തന്നെ ഓടിയേക്കാം അവർ പോണ്ടിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയി വെള്ളം കുടിക്കണമെന്ന് നല്ല രസമാട്ടോ. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബ്രീഡുകൾ ഇത് എഗ് ലെയിങ് കോഴികളാണ്. എഗ് ലെയിങ് ചിക്കൻസ് ആണിത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡും ലെയേഴ്സ് പല്ലറ്റ് എന്ന് പറഞ്ഞ ഫുഡാണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എപ്പോഴും നമുക്കിങ്ങനെ മുട്ട കിട്ടണമായിട്ട്. നല്ല ടേസ്റ്റുള്ള മുട്ടയാണ്. ഞാൻ നിങ്ങളുടെ മുട്ട ഇവർ പണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തന്നെ കൊത്തി കുടിക്കുന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട്. പക്ഷേ ഇതുവരെ നമ്മുടെ ഈ ബാച്ചിലെ കോഴികൾക്ക് ആ സ്വഭാവം തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്നു. പണ്ടത്തെ വീട്ടിൽ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന കോഴികൾ അങ്ങനെ കൊത്തി കുടിക്കുമായിരുന്നു കേട്ടോ.